1958 ആഗസ്റ്റ് 29 അമേരിക്കയിലെ ഷിക്കാഗോയ്ക്കടുത്തുള്ള ഇൻഡ്യാനയിൽ ഗ്യാരി എന്ന സ്ഥലത്ത് ബോക്സറും സ്റ്റീൽ കമ്പനിയിലെ ക്രെയിൻ ഓപ്പറേറ്ററുമായ ജോസഫ് ജാക്സണും കാതറിൻ എസ്തറിൻ്റെയും 9 മക്കളിൽ 8ാമനായിരുന്നു മൈക്കിൾ ജാക്സന്റെ ജനനം. ജോസഫ് ജാക്സണും കാതറിൻ ജാക്സണും സംഗീതത്തിൽ അറിവും താല്പര്യമുണ്ടായിരുന്നെങ്കിലും അവർ സംഗീതത്തിൽ അത്ര പ്രശോഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ തങ്ങളുടെ മക്കളെ എല്ലാം സംഗീതം പഠിപ്പിക്കാൻ അവർ അതിയായി ആഗ്രഹിച്ചു. അതിനായി രാപ്പകലില്ലാതെ കുട്ടികളെ സംഗീതം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. മൈക്കിൾ ജാക്സന്റെ 5ാം വയസ്സ് മുതലാണ് സംഗീതം പഠിക്കാൻ ആരംഭിച്ചത്. മൈക്കിൾ ജാക്സൺ ദ കിങ് ഓഫ് പോപ്പാക്കി മാറ്റാൻ അച്ഛൻ ജോസഫ് ജാക്സന്റെ ആശയങ്ങളും അമ്മ കാതറിൻ ജാക്സന്റെ പിന്തുണയും ഒരു പ്രധാന ഘടകമായിരുന്നു. ജോസഫ് ജാക്സൺ വളരെ വലിയ കർക്കശക്കാരനായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും വളരെ വലിയ ശിക്ഷയായിരുന്നു നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു. മക്കൾ സംഗീതമൊക്കെ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ജോസഫ് ജാക്സൺ 1965 ജാക്സൺ 5 എന്ന ബാൻഡ് രൂപീകരിച്ചു. ഇതിൽ മൈക്കിൾ ജാക്സണും മറ്റ് 4 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. 1967 നവംബറിൽ സെൽടോൺ കമ്പനിയുമായി ജാക്സൺ 5 സൈൻ ചെയ്യുകയും ബിഗ് ബോയ് എന്ന ആൽബം പുറത്തിറങ്ങുകയും ചെയ്തു. റെക്കോർഡ് ചെയ്ത് 3 മാസം ആൽബം റിലീസ് ചെയ്യുകയും ചെയ്തു. മാർച്ചിൽ അറ്റ്ലന്റ് എന്ന കമ്പനിയുമായി ബിഗ് ബോയ് യു ഡോണ്ട് ഹാവ് ടു ബി ഓവർ 21 ഫോൾസ് ഇൻ ലവ് എന്ന ആൽബം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. 1968 ജാക്സൺ 5 സെൽടോൺ എന്ന കമ്പനിയുമായി തെറ്റുന്നു. പിന്നീട് മെൽടോൺ എന്ന വലിയ കമ്പനിയുമായി കരാർ ഒപ്പിടുന്നു. സെൽടോൺ കമ്പനിയുമായുള്ള ലീഗൽ ഇഷ്യൂസ് കാരണം കുറച്ചു നാളത്തേക്ക് ആൽബംസ് ഒന്നും പുറത്തിറങ്ങിയില്ല. 1971 ഗോ ടു ബി ദെയർ എന്ന ആൽബവും 1972 ബെൻ എന്ന ആൽബവും പുറത്തിറങ്ങുന്നു. അങ്ങനെ മുൻപോട്ട് പോയിരിക്കെ 1975 മെൽടോൺ കമ്പനിയിൽ നിന്ന് മാറി എപ്പി റെക്കോർഡ് എന്ന കമ്പനിയുമായി കരാർ ഒപ്പിടുന്നു. തുടക്കം വളരെ മോശമായിരുന്നെങ്കിലും 1978 13ാമത്തെ ആൽബമായ ഡെസ്റ്റിനി പുറത്തിറങ്ങുന്നു. 1979 ആഗസ്റ്റിൽ ഓഫ് ദ വോൾ എന്ന ആൽബം പുറത്തിറങ്ങി. ഇത് വൻ ഹിറ്റായിരുന്നു. ഓഫ് ദ വോൾ എന്ന ആൽബത്തിന് ഗ്രാമി അവാർഡ് വരെ പ്രതീക്ഷിച്ചിരുന്നു. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജാക്സന് നിരാശയായിരുന്നു ഫലം. ഇങ്ങനെ നിരാശയിലായിരിക്കുമ്പോഴാണ് 1982 നവംബർ 30 ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ച ഹിറ്റായ ത്രില്ലർ ആൽബം പുറത്തിറങ്ങുന്നത്. പോപ്പ് മ്യൂസിക്കിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ആൽബമായിരുന്നു ത്രില്ലർ. 6.6 മില്യൺ കോപ്പിയാണ് വിറ്റഴിഞ്ഞത്. ഇത് MJയെ ഒരു സംഗീത ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ കൊണ്ടെത്തിച്ചു. 8 ഗ്രാമി അവാർഡുകളാണ് ത്രില്ലർ എന്ന ആൽബം വാരിക്കൂട്ടിയത്. അന്നത്തെ കാലത്ത് 8 ഗ്രാമി അവാർഡ് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. 1983 വീണ്ടും മെൽടോൺ എന്ന കമ്പനിയുമായി ഒരുമിക്കുകയും മെൽടോൺ 25 യെസ്റ്റർഡേ ടുഡേ ഫോർ എവർ എന്ന ടെലിവിഷൻ പ്രോഗ്രാം നടക്കുകയും ചെയ്യുന്നു. ഇതിലാണ് MJ ആദ്യമായി മൂൺ വോക്ക് ചെയ്യുന്നത്. ഒറ്റ കാഴ്ചയിൽ ഗുരുത്വാകർഷണമില്ലാതെ ചന്ദ്രനിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന വോക്കിംഗ്, കാലുകൾ പിന്നിലേക്ക് വെച്ച് ആരെയും അമ്പരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അത്. ഇത് ആരാധകരുടെ ഇടയിൽ MJയെ ഒരു തരംഗമാക്കി മാറ്റി. 1984 വിക്ടറി എന്ന ആൽബം പുറത്തിറങ്ങുന്നു. ഇതിനുശേഷം MJ സഹോദരന്മാരുമായി തെറ്റുന്നു. അതിനുശേഷം ജാക്സൺ 5 താൻ ഉണ്ടാവില്ല എന്ന് MJ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. 1985 വി ആർ ദ വേൾഡ് എന്ന ആൽബം പുറത്തിറങ്ങുകയും ഇതിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും തെരുവിൽ കഴിയുന്ന പാവങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. 1986 കാലിഫോർണിയയിൽ 2500 ഏക്കർ സ്ഥലം വാങ്ങുകയും അതിൽ വലിയൊരു ആഡംബര ബംഗ്ലാവ് പണിയുകയും ഇതിന് നെതർലാൻഡ് എന്ന് പേരിടുകയും ചെയ്തു. ഇതിൽ മൃഗശാലയും പാർക്കും കൂടാതെ റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. MJ ഒരു പെപ്സിയുടെ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുകയും അതിൽ നിന്ന് പൊള്ളലേൽക്കുകയും മാസങ്ങളോളം ചികിത്സയിലായിരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് അമിതമായുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുകയും അതിന് അഡിക്റ്റ് ആവുകയും ചെയ്തിരുന്നത്. ഇതിനോടിടയിൽ തന്നെ ലൈംഗിക ആരോപണങ്ങളും കേസുകളും നേരിടേണ്ടതായിട്ടും വന്നു. 1987 ബാഡ് എന്ന ആൽബം പുറത്തിറങ്ങുന്നു. ഇതിലാണ് 45 ഡിഗ്രി ചരിഞ്ഞുള്ള പ്രകടനം. ഇത് MJയുടെ ആരാധകരെ അത്ഭുതത്തിൻ്റെ മുൾമുനയിലെത്തിച്ചു. 1991 ഡേഞ്ചറസ് എന്ന
ഹിറ്റ് ആൽബം പുറത്തിറങ്ങുന്നു. ഇത് ലൈംഗിക ആരോപണത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ആൽബം വൻ ഹിറ്റായി മാറും. 1993 ആഗസ്റ്റ് 24 MJ കൊടുത്ത 8 മണിക്കൂർ നീളുന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി കൊടുത്ത ഉത്തരങ്ങളും വീണ്ടും വളരെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. അങ്ങനെ MJ ബഹറിലേക്ക് താമസം മാറി. വർഷങ്ങൾക്ക് ശേഷം 2009 ദിസ് ഈസ് ഇറ്റ് എന്ന ഷോ പ്രഖ്യാപിക്കുകയും ലണ്ടനിൽ 10 ഷോ ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ആരാധകരുടെ തിക്കും തിരക്കും കാരണം 50 ഷോ ആക്കി മാറ്റുകയും ചെയ്തു. ഇതിനായി കടുത്ത റിഹേഴ്സലും തുടങ്ങി. 2009 ജൂൺ 25 ഹൃദയാഘാതമുണ്ടാകുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. ശേഷം മരണമടയുകയും ചെയ്തു. മരണകാരണം ആളുകൾക്കിടയിൽ പല ഊഹാപോഹങ്ങളും പ്രചരിക്കാൻ തുടങ്ങി. സഹോദരന്മാർ തമ്മിലുള്ള വൈരാഗ്യമാണെന്നും സഹോദരി വിഷം നൽകിയതാണെന്നുമുള്ള വാർത്തകൾ വന്നു. എന്നാൽ സർജറിക്കായി കൊടുക്കുന്ന അനസ്തേഷ്യ മരുന്നായ അക്യൂട്രോപ്പോസിൻ്റെയും ബെൻസോ ഡയപ്പസിൻ്റെയും ഓവർഡോസ് ആണ് കാരണമെന്നും പറയപ്പെടുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾക്ക് പകരം ഗുളികകളുടെ അവശിഷ്ടം മാത്രമാണ് കാണാൻ കഴിഞ്ഞതെന്നും പറയപ്പെടുന്നു. അങ്ങനെ 2009 ജൂൺ 25 സംഗീതത്തിൻ്റെയും ബ്രേക്ക് ഡാൻസിനും പുതിയ പാത കാട്ടിത്തന്ന അത്ഭുത കലാകാരൻ ദ കിങ് ഓഫ് പോപ്പ് ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. എന്നാൽ ഒരിക്കലും മങ്ങാത്ത ഓർമ്മയായി എന്നും എല്ലാവരുടെയും മനസ്സിൽ മായാതെ ആ പോപ്പിൻ്റെ സംഗീത രാജകുമാരൻ ഇന്നും ജീവിക്കുന്നു. താങ്ക് യു.